ആദ്യമായി ഞാൻ ഔപചാരികതയുടെ പേര് ചേച്ചിക്ക് വാൻസാറിൻ്റെ പേരിലും നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ ഈ പരിപാടി ഇവിടെ നടത്താൻ വേണ്ടി വേദിയൊരുക്കി തന്നെ ശ്രീ പ്രൊജക്ടിൻ്റെ ഡയറക്ടർ അദ്ദേഹം വളരെ സൗഹൃദമായി തന്നെ നൽകുവാൻ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ്. ശ്രീ സുനിൽ ഹരീന്ദ്രനെ ഏറെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ കമ്പനികൾ എല്ലാവരും ഈ പറയുന്ന ജില്ലാ കേന്ദ്രത്തിൽ എത്തിച്ചേരും. ഒരു ദിവസം 3 ദിവസം അടുപ്പിച്ച്. അപ്പോൾ അങ്ങനെ എത്തിച്ചേരുമ്പോൾ നമ്മുടെ ലൈബ്രറിക്ക് കിട്ടുന്ന ആ സംഖ്യ, പുസ്തകം വാങ്ങാൻ കിട്ടുന്ന സംഖ്യ ചെക്കായിട്ടോ പണമായിട്ടോ അവിടെ കൊടുത്ത് അവിടെ നിന്ന് അവരുടെ കാറ്റലോഗ് നോക്കി നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വാങ്ങാനുള്ള ഇവിടെ ഒരു സവിശേഷത, നേരിട്ട് ചലച്ചിത്രത്തിലേക്ക് അല്ല പോയത്. അതിന്റെ വ്യത്യാസം പൗളി വത്സൻ അല്ലെങ്കിൽ പൗളി, ഞങ്ങൾ പൗളി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ വ്യക്തി കളിച്ച് വളർന്നത് വളരെ ചെറുപ്പം. ഞാൻ ഹയർ സെക്കൻഡറി പഠിക്കുമ്പോൾ ഞങ്ങൾ സീനിയറാണ്. എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാനും കൈയിട്ട് കാണാനുള്ള എല്ലാ പ്രകൃതി സൗന്ദര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചതിന് സാറിന് വളരെ നന്ദിയിട്ടാണ്. പിന്നെ ഒരു ഉദ്ഘാടനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭയങ്കര പരിപാടിയൊക്കെയാണ്. പക്ഷെ അങ്ങനത്തെ ഒരു പരിപാടി നമുക്കില്ല. ഈ കുട്ടിയൊക്കെ പെറുക്കി നിൽക്കുന്നതാണ്, അതാണ് ഉദ്ഘാടനം. പക്ഷെ നിങ്ങളുടെ കൂടെ ഇത്ര സമയം ചെലവഴിക്കാൻ പറ്റിയതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതാണ് എനിക്ക് ഒരു ഇതിലുള്ള ഇതൊരു ഉദ്ഘാടനം എന്ന് പറഞ്ഞ ചടങ്ങെന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം തരണം ഞാൻ അല്ലേ. അപ്പൊ അത് ആ പുസ്തകം വേണം എന്ന് പറഞ്ഞ ചേട്ടനെ ഞാൻ സാദരം ക്ഷണിക്കുക. എല്ലാവർക്കും നമസ്കാരം. മനുഷ്യ മനസ്സിന് കിട്ടുന്ന ഒരു സാന്ത്വനമാണ് ഇങ്ങനെയുള്ള സംഗമം. നമ്മുടെ എല്ലാം ലക്ഷ്യവും അത് തന്നെയാണ്, വൃദ്ധജനങ്ങളുടെ ക്ഷേമം. നമുക്കായി ഇന്നത്തെ ഈ സംഗമം ഇവിടെ ഒരുക്കി തന്ന അലിയാർ സ്മാരക ഗ്രന്ഥശാലയുടെ ഈ ഒരു 60ാം വാർഷികം. മറ്റൊരുവന്റെ മനസ്സിന്റെ വിഷമം കാണാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന ആശംസകളോടെ ഇവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഒന്നുമില്ലായ്മയിൽ നിന്നു എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോട് എന്തോ ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ നാട്ടുകാരനാണ്. ഇപ്പോഴും ഈ നാട്ടുകാരൻ തന്നെയാണ്. ഞാൻ വല്ലപ്പോഴും ഒക്കെ എൻ്റെ ഒരു പനങ്ങാടാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമുക്കറിയാം നമ്മുടെ വെങ്ങനപ്പുഴയുടെ പ്രിയങ്കരനായ രാധാശേഖരൻ, അതോടൊപ്പം തന്നെ നമ്മളുടെ ഏറ്റവും പ്രിയങ്കരിയായ ഉദ്ഘാടക പൗളി ചേച്ചി, വായനശാലയുടെ സെക്രട്ടറി രവീന്ദ്രൻ മാഷ്, പ്രണീക് സാറ്, മറ്റേ മുലിയൻ സാറ്, പ്രേമൻ ചേട്ടൻ, മറ്റ് ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടെ അധികം വാക്കുകളൊന്നും പറയാൻ സാധിക്കുന്നില്ല. ഒരു വൈകാരികമായ ഒരു ചിന്തകൾ പോവുകയാണ്. കാരണം കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ, കാവതി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു നാൾ, കാനനം നീലിനി പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതിൻ്റെ ഒരു മാറ്റം. ഇങ്ങനെയുള്ള ഒരു പരിപാടി എല്ലായിടത്തും സംഘടിപ്പിക്കും.
സംഘടിപ്പിച്ചു പോവുകയാണെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഏറെ സന്തോഷം അറിയിക്കുകയാണ്. അലിയാർ സ്മാരക വായനശാല പ്രസിഡന്റ്, സെക്രട്ടറി, സഹപ്രവർത്തകർ എല്ലാവർക്കും, അതേപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മളുടെ എല്ലാം ആദരണീയനായ ബാവളി വിൽസൺ അവരുടെയും ഈ അവസരത്തിൽ സ്നേഹതീരത്തിൻ്റെ കാക്കനാട്ട് 2 വായനശാലകൾ ആരംഭിച്ചു. അതിൽ ഒരു വായനശാലയിൽ 3 സ്റ്റാഫുണ്ട് ഇപ്പോൾ, മറ്റൊന്നിൽ 6 സ്റ്റാഫുണ്ട്. അപ്പോൾ വായനശാലയുടെ വലിപ്പവും അവിടെയുള്ള ഗ്രന്ഥങ്ങളുടെ എണ്ണവും ഒക്കെ ഞങ്ങൾ ഊഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരാൾ പറഞ്ഞ് ശരി എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരാൾ പ്രത്യക്ഷപ്പെടുകയാണ് ബാക്കിയിരുന്നു. കാരാഗൃഹമാണ് ഭൂമി, ഒരു കാരാഗൃഹമാണ് ഭൂമി. അതിങ്ങനെ എത്ര വിദ്യസ്ഥാലും അത് കുറവായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വായിക്കണം, വായിച്ചു വളരണം, ഇല്ലെങ്കിൽ നിങ്ങൾ തളർന്നു പോകും. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. പ്രായമായ അച്ഛനമ്മമാരെ കാണാൻ ഒരു തടസ്സവും ഇല്ലാതെ സാർ പറഞ്ഞ പോലെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞ് ഇവിടെ എത്തി നമുക്ക് വേണ്ടി ഉദ്ഘാടനം നടത്തിയപ്പോൾ വിളിച്ചു വെച്ചിട്ടും എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സ്നേഹതീരത്തിലെ ഒരു നല്ല പ്രോഗ്രാം. കാരണം അറിവ് കിട്ടുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ വ്യക്തിത്വം തന്നെ മാറ്റിമറിക്കുന്നൊരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മുടെ അലിയാർ സ്മാരക വായനശാല ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്ന പൗളിശീശ്വരോടുള്ള സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും ഒരു എക്സൈറ്റഡ് ആയിരുന്നു. ഒരു സിനിമ താരം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും സമയം എപ്പോഴാണ് എത്തുന്നതെന്നുള്ളൊരു വലിയൊരു എക്സൈറ്റ്മെന്റ് എല്ലാവരിലും ഉണ്ടായിരുന്നു. സ്നേഹതീരത്തെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പരിപാടി പ്രതീക്ഷയിലും വളരെ ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു. അതിലെല്ലാവരെയും അനുമോദിക്കുന്നു. നമുക്ക് എല്ലാവരും നമ്മുടെ വിശ്രമ ജീവിതത്തിലാണ്, ഞാൻ ഉൾപ്പെടെ. ഒരുപാട് സമയമുണ്ട്.